my heart with love. Dhanyavad. Thanks. This is amazing, you know. It's so special. This is like gold for you. You don't get fruits here, na? No. ഈ ലോകത്ത് മലയാളികൾ ഇല്ലാത്ത നാടില്ല. മനസ്സിൽ ഇവിടുന്നൊക്കെ താഴത്തേക്കാണ് പോയാലേ അങ്ങോട്ട് പോയി അതന്നെ കൊടി പോലും ഉണ്ടാവില്ല കണ്ടുപിടിക്കാൻ. അങ്ങനത്തെ റോഡാണ് കണ്ടില്ലേ. താഴെ ഒരു വണ്ടി വരുന്നു. ഇവിടുത്തെ ഡ്രൈവർമാരെ സമ്മതിക്കണം. പൊളിയല്ലേ? ഭയങ്കര തണുപ്പാണ്. പറന്നു പോകും കാറ്റ്. ഇതാണ് ലേബറി. ലേബറി എന്ന് പറഞ്ഞ ഫ്ലവറിൽ നിന്ന് ഉണ്ടാക്കുന്ന ചായയാണ്. വേൾഡ്സ് ഹയസ്റ്റ് റീറ്റെയിൽ ഔട്ട്ലെറ്റ് ഓഫ് HP സ്പിറ്റി. ഇത് വേറെ ലെവൽ തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മൗണ്ടൻ റൂട്ടിലാണ് കേട്ടോ. യെസ്, സ്പിറ്റി വാലിയിലാണ്. ഭയങ്കര കാറ്റാണ്. ഇവിടെ ഞങ്ങളിവിടെ പോകുന്ന വഴിക്കൊന്ന് നിർത്തിയതാണ്. ബാക്കിൽ മൗണ്ടൻസ് ആണ്. സ്നോ ക്യാപ്ഡ് മൗണ്ടൻസ് കാണാൻ മഞ്ഞുണ്ട്. പക്ഷേ മഞ്ഞ് സീസൺ അല്ല ഇവിടെ ഓപ്പൺ ആവും. മഞ്ഞ് സീസൺ ഇവിടെ ക്ലോസ് ആയിരിക്കും. മണാലിയിൽ നിന്ന് മഞ്ഞ് സീസണിൽ ഇങ്ങോട്ട് വരാൻ പറ്റില്ല, ക്ലോസ് ആയിരിക്കും. മഞ്ഞില്ലാത്ത സമയത്ത്, അതായത് ഈ ആപ്പിളിൻ്റെ സീസണിൽ. ഇവിടെ ഒരു ഐബെക്സ് ഉണ്ട്. ഈ ഐബെക്സിന് നമുക്ക് സ്പിറ്റിയിലൊക്കെ ധാരാളം കാണാൻ പറ്റും. ഐബെക്സ് ഉണ്ടാക്കിയത് നോക്കൂട്ടോ, ടൂൾസ് ഇതെന്താ മനസ്സിലായോ? യെസ്, കാറിൻ്റെയൊക്കെ വാഹനങ്ങളുടെയൊക്കെ പാർട്സ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. കൊള്ളാം. ചെറിയ രീതിയിലുണ്ട്. സ്നോ ഒക്കെ ഉണ്ട് അവിടെ. അഡൽ ടണൽ ക്ലോസ് ചെയ്യാണ്. ബ്രോക്കോളി അവിടെ ഒരു വിളവെടുപ്പാണ്. റോഡ് നോക്കി എന്ത് ഭംഗിയാ. അലമ്പ റോഡുകളായിരിക്കും. ഇങ്ങനത്തെ വണ്ടികൾ ആണ് നല്ലത്. ജിമ്മി പോലത്തുള്ള വണ്ടികൾ തന്നെ വേണം. ഓരോ വഴിയാണ്, ഒരേ സെയിം സ്ഥലമാണെങ്കിലും എല്ലാ സീസണിലും കൂടെ വരണം. ഇപ്പോൾ നമ്മൾ അഡൽ ടണൽ കഴിഞ്ഞു, പിന്നെ റൈറ്റ് സൈഡിൽ തിരിഞ്ഞു. ഈ മെയിൻ റോഡിൽ നിന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിയാണ്, സ്പിറ്റിയിലേക്ക്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനത്തെ റോഡാണ്. ഈ റോഡ് റോത്തങ്ങിലേക്ക് പോകുന്ന റോഡാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നെറ്റ്വർക്ക് ഇല്ല. ഇവിടുത്തെ നെറ്റ്വർക്ക് ഇല്ല. റോഡിൻ്റെ അവസ്ഥ ഇതുപോലെ ആയിരിക്കും. റോഡ് സൈഡാണ്. ഇയാൾക്ക് വെള്ളം കുടിക്കും. സ്പിറ്റിയിലേക്ക് കൂടുതലും ഥാറും ജിമ്നിയാണ് ഓടുന്നത്. ഞങ്ങൾ ഈ ജിമ്നിയിലാണ് പോയത്. അതുപോലെ ടെമ്പോ ട്രാവലറും പോകുന്നുണ്ട്. പിന്നെ ബൈക്കേഴ്സും ഉണ്ട്, ബുള്ളറ്റ് പോലത്തുള്ള ബൈക്കേഴ്സും ഉണ്ട്. അംടാ പാസിൻ്റെ ട്രെക്കിങ് എൻഡ് ചെയ്യുന്ന പോയിൻ്റാണിത്. ഇവിടെയാണ് അതിൻ്റെ എൻഡ് പോയിൻ്റ്, അംടാ പാസിൻ്റെ ട്രെക്കിങ്. BROൻ്റെ വർക്ക് ഭയങ്കര സംഭവം തന്നെയാണ്. അവരങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു സ്ഥലത്ത് നിന്ന് പൊളിയും അതേപോലെ മറ്റേ സ്ഥലത്ത് ഇങ്ങനെ നന്നാക്കിക്കൊണ്ടേയിരിക്കും റോഡുകൾ. ആദ്യം കുറച്ച് ദൂരം പച്ചപ്പാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഡ്രൈ ഡെസേർട്ട് തുടങ്ങായി. പോകുന്ന വഴി തന്നെയാണ് നല്ല ബ്യൂട്ടിഫുള്ളാണ്. കറക്റ്റ് പാട്ടല്ലേ. ഈ ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യാൻ 2 നായ്ക്കളുണ്ടാവും എപ്പോഴും. കണ്ടോ, ഇവരാണ് ഇവരെ കൺട്രോൾ ചെയ്യുക. ഈ ചെമ്മരിയാടിൻ്റെ കൂട്ടത്തിനെ. രേണു ഇങ്ങോട്ട് നോക്കൂ. ഒരു ദിവസം ഒരു ദിവസമായിട്ടുള്ള കുട്ടിക്കുന്ന്. രണ്ട് കുട്ടികളായിരുന്ന പ്രസവത്തിലുണ്ടായിരുന്നു. ഇന്നലെ പ്രസവിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. എടുത്തോ. ഇന്ന് പ്രസവിച്ച. ഓ ശരി. ഇന്നലല്ല, എടുത്തോ. ഇന്ന് പ്രസവിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അയ്യോ, കൊള്ളാം. ഇത് ഹിമാചലിലെ ഏറ്റവും പഴക്കമുള്ള ഏറ്റവും വലുതുമായ ഗ്ലേഷ്യറാണ്. ഇതിൽ നിന്നാണ് ഈ നദികൾ ഉത്ഭവിച്ചു വരുന്നത്. ഗ്ലേഷ്യർ എന്ന് പറഞ്ഞാൽ മഞ്ഞിൻ്റെ കട്ടി. അത് അതിന്നിങ്ങനെ ഉരുക്കി ഇതേ നദി വരുന്നു. ഇതാണ് ചന്ദ്രനദി. ഇനി വേറൊരു നദി വരുന്നുണ്ട്, ബാഗ. ഇത് ചന്ദ്രനദി ഉത്ഭവിക്കുന്നത് ചന്ദ്രതാലിൽ നിന്നാണ്. ചന്ദ്രതാൽ ലേക്ക് എന്ന് വരുന്നു. എന്നിട്ട് ബാഗ നദി കൂടി ഒന്നിച്ച് കൈലോങ്ങിൻ്റെ അടുത്തുള്ള തണ്ടിയിൽ നിന്ന് ഒന്നിച്ച് ചന്ദ്രഭാഗ നദിയായിട്ട് അങ്ങോട്ട് ഒഴുകും. Hi, you are from? Canada. And from where are you cycling? From Spiti to Manali? You are going? To Kerala. Kerala? We are from Kerala. From Kerala. Yeah, we are from Kerala.
So this is my bike setup. And you tell me your good name. One. Okay, my name is Danny Fetter. See, we are from Kerala, and he is a cyclist too. Oh. And he done all the way from say, Kerala to Ladakh, from down South Kerala to Ladakh. India ka top. He has done. He has done. So So here you can follow me. yeah, okay, definitely. Here, take a Instagram, Facebook, and YouTube. Oh, maybe a YouTuber hai, chota wala. Or your good name? Yes, Janie. My One name more. is Janie From Canada. from Canada. Nice. This is the 360 camera. This is Insta360. Acha. Excellent. Yeah. Garmin 840. That means you will be. That's it. I mean, Tells me yeah, all where the I'm going. kilometers and etc. Yeah. Yeah. My sleeping bag. This is his sleeping bag And my mattress, sleeping mattress in here. Yeah. This is my food for the day. Okay. This is my quick tool. What is it? My tool, Okay, fine. multi-tool. This is gasoline and Gasoline for for my this MSR stove. stove cooking. and self-cooking or This is my battery bank, for power bank. power bank. Okay, this is for sleeping. Sunscreens. I mean, This is my tent. tents, tools. helmets, and This what is about my- this? This is my on this side. I have my clothes. Clothes. Acha, My acha. jacket. Jackets or And this is my this tent. is tents, And my more battery banks. batteries. The And this is water. Water this is This is my this is water. water. My stove here. Stove here. What is this? And this is gasoline. Extra kerosene. Gasoline. Okay. And this is food. Food. Put And back. food. See, this is Manali apple. Oh, thank you. from my heart Oh. with love. Dhanyavad. Dhanyavad. Thanks. This is amazing. You know, It's so special. this is like Like gold. gold for you. You don't get fruits here, na? No, 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 no that's fine. That's fruits. fine. No, that's okay. no, we don't have fruit. Not in the small villages. No fruit. We- Maggie rice, Maggie rice, Maggie Dal. rice, Maggie. Maggie This is rice so dal. nice. वो बंतल क्या जो अभी चाचा चाची का बोला था हमने സൈക്കിളിൽ ഇന്ത്യ ചുറ്റുന്ന കാനഡയിൽ നിന്ന് വന്ന ഒരു കപ്പിൾസിനെ ശ്രദ്ധിച്ചു. 60 വയസ്സ് കഴിഞ്ഞ് റിട്ടയർഡ് ആയിട്ടാണ് അവർ യാത്ര തുടങ്ങുന്നത്. ഒരു ഡോക്ടറും ഒരു നഴ്സും. എന്തൊക്കെയാണ് അതൊക്കെയാണ് ലൈഫ്. ഇവിടെയുള്ള ആളുകളാണെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങില്ല, റിട്ടയർഡായി വെച്ചിരിക്കും. ഇത് കാക്കയല്ല കേട്ടോ, യെല്ലോ ബിൽഡ് ചൗഗ് എന്ന് പറയും. ഹിമാലയത്തിലൊക്കെ കാണുന്ന പക്ഷിയാണ്. അപ്പോൾ ചായ കുടിക്കാൻ അല്ലെങ്കിൽ ലഞ്ച് കഴിക്കുക. 1 മണിയായി. ചച്ച ചച്ചി എന്നുകൊണ്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ധാബയാണ് ഇവിടെ. ബാത്തൽ അല്ലേ, ഗാവ് നാം ബാത്തൽ ബാത്തൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ഫുഡിനുള്ളത്. ഇതിൽ കൂടെ പോകുന്ന HRTC ഒക്കെ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. HRTCയുടെ ഒരു ബസ് ഉണ്ട് കേട്ടോ. മീറ്റ് ബക്കരിക്ക മീറ്റ്, ആടിൻ്റെ ഇറച്ചി ഇങ്ങനെ വെയിലത്ത് ഉണക്കാനിട്ടൊക്കെയാണ്. അവിടെയൊക്കെ ഗ്ലേഷ്യർ ഉണ്ട്, സ്നോ ഉണ്ട്. അവിടെ നിറച്ചും സ്നോ. അതാ എന്തൊക്കെ മഷ്റൂമാണ് ഇതിവിടെ. ഇത് മഷ്റൂമാണ്. നെയ് കച്ചാ നെയ്യേ. ഇവിടുന്നൊക്കെ താഴത്തേക്കാണ് പോയാലേ അങ്ങോട്ട് പോയി അതന്നെ പൊടി പോലും ഉണ്ടാവില്ല കണ്ടുപിടിക്കാൻ. അങ്ങനത്തെ റോഡാണ് കണ്ടില്ലേ. താഴെ ഒരു വണ്ടി വരുന്നു. ഇവിടുത്തെ ഡ്രൈവർമാരെ സമ്മതിക്കണം. റോഡുകളുണ്ടാവും. റോഡൊന്നും പറയാൻ പറ്റില്ല. ടാർ ചെയ്ത റോഡ് ഒരു സ്ഥലത്തുമില്ല. സ്പിറ്റിയിലേക്ക് പോകുന്ന റോഡിൽ മുഴുവൻ ഇങ്ങനത്തെ റോഡാണ്. ടാർ ചെയ്തിട്ടുണ്ടാവില്ല അവിടെ. കണ്ടില്ലേ, ഇതാണ് ചന്ദ്രതാലിലേക്ക് പോകുന്ന വഴി. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, നമ്മൾ തിരിഞ്ഞ് സ്പിറ്റിയിലേക്ക് തന്നെ പോവാണ്. ഓക്സിജൻ കുറയാൻ പോവാണ്. വെള്ളം നല്ലോണം കുടിച്ചുകൊണ്ടിരിക്കണമെന്ന് ഡ്രൈവർ പറയുന്നുണ്ട്. പോകാനുള്ള വഴി പോകുന്ന വഴിയെക്കാട്ടും സുന്ദരമാണെന്ന് പറഞ്ഞിട്ടില്ലേ. കണ്ടില്ലേ, ഇതൊക്കെ ഇവിടെയൊക്കെ അവിടെ ഇടണം, അവിടെ ഇടണം, അവിടെ ഇടണം. അങ്ങനെ കയറി മല മുഴുവൻ കയറി പോകണം നമുക്ക്. ബൈക്കേഴ്സ് ഉണ്ട്. പൊടി അടിക്കുന്നത് ഒരു ചലഞ്ചിങ് തന്നെയാണ് ഇതിൽ കൂടെ റൈഡ് ചെയ്യുമ്പോൾ. സോ നമ്മൾ കുൻസുംബാസിലേക്ക് എത്തിയിരിക്കുകയാണ്. കുൻസുംബാസ് തുടങ്ങുകയാണ്. ആ കാണുന്നത് മൊബൈലിൻ്റെ സിഗ്നലൊന്നും അല്ല കേട്ടോ, പേടിക്കണ്ട. അവിടെ ഒന്നും സിഗ്നലില്ലാത്ത ഏരിയയാണ്. ഒരു 3-4 മണിക്കൂറായി ഇപ്പോൾ സിഗ്നലില്ല. ആ സ്തൂപയുടെ ലെഫ്റ്റ് സൈഡിൽ കൂടെ നമുക്ക് പോകണം എന്നാണ് പറയുന്നത്. അങ്ങനെ സ്തൂപങ്ങളുണ്ട്, ബുദ്ധിസ്റ്റ് സ്തൂപങ്ങളാണ്.
4 സ്റ്റോപ്പ് ഉണ്ടല്ലേ? എടുത്തോണ്ട് വരാത്ത ആള് എന്ത്? ഫോൺ പോലും എടുത്തിട്ടില്ല. ഫോൺ എടുക്കണ്ട. ചെരുപ്പ് ഇടൂ. ഓക്കെ, റിമൂവ് യുവർ ഷൂസ്. ഓ, ഇതാണ് കുഞ്ചുംബാസ്. കൊള്ളാം. ഒരേ ക്ലബ്ബുകളും ഇവിടെ വന്നിട്ട് ഇവിടെ സ്റ്റിക്കേഴ്സ് ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. നമ്മുടെ ടീം സഫാരിയുടെ മാത്രം എടുക്കാൻ വിട്ടുപോയി. ഭയങ്കര കാറ്റാണ്, ഭയങ്കര തണുപ്പാണ്. പറന്നു പോകും കാറ്റ്. കർണാടക എന്ന് വന്ന ബൈക്കേഴ്സ് ഗ്രൂപ്പാണ് കേട്ടോ. അവർ ചാണ്ടിഗഡ് വരെ കണ്ടെയ്നറിൽ ലോറിയിൽ ഈ ഇത് ബൈക്കെല്ലാം പാക്ക് ചെയ്തിട്ട് ചാണ്ടിഗഡിൽ നിന്ന് ഒരു ബാംഗ്ലൂരിലുള്ള ടീമാണ്. ചാണ്ടിഗഡിൽ നിന്ന് യു ആർ ഫ്രം ബാംഗ്ലൂർ. യു ആർ राइडिंग ग्रुप का नाम व्हील्स एंड बैग्स नाम का एक राइडिंग ग्रुप है इधर से चंडीगढ़ से. एक्चुअली दे आर फ्रॉम बैंगलोर, all the way Bangalore to Bangalore. Nice group. And you are a group of 20, right? 23 persons. They're from all the way to Ladakh and Spiti. Nice group. We are from Kerala. ഞാൻ വലിയ കാര്യത്തിൽ ഇംഗ്ലീഷ് ഹിന്ദി ഒക്കെ പറഞ്ഞപ്പോഴാണ് ഒരു ചോദ്യം, ചേട്ടാ സാധനം കയ്യിലുണ്ടോ? ഒരു രക്ഷയില്ല. ഈ ലോകത്ത് മലയാളികൾ ഇല്ലാത്ത നാടില്ല. മനസ്സിലായോ? കർണാടക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മലയാളത്തിൽ ബോലത്തെ रहता है. ഹാർലി और बुलेट दोनों है. ഒരു ബ്രിഡ്ജാണ്. അതിലൂടെ ഇങ്ങനെ കറങ്ങി വരുന്നതിന് വരെ ഞങ്ങൾ ഇങ്ങനെ നടന്നു. ഒരു കറുപ്പ് കളർ ഒരു ഇത് കണ്ടോ? എന്താന്ന് വെച്ചാൽ ഈ മേഘത്തിൻ്റെ നിഴലാണത്. കണ്ടില്ല ഷേഡം. ലോസർ എത്തുന്ന വരെ ഒരു 2 മിനിറ്റ് പക്ക റോഡുണ്ട്. നല്ല റോഡ് ഇതുണ്ടല്ലോ, ടാർ ചെയ്ത്. ലോസർക്ക് ഇനി 7 കിലോമീറ്ററൂടെ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു കുറച്ച് ദൂരം നല്ല റോഡുണ്ട്. അത്ര തന്നെ ഉള്ളൂ. രാവിലെ പുറപ്പെട്ടതാണ്. ഇപ്പം 2 മണിയായി. ഇതുവരെ ഓഫ് റോഡ് കൂടെ തന്നെ പോരുന്നത്. അവിടെ കണ്ടില്ല, കറുപ്പ് മേഘത്തിൻ്റെ നിഴലാണ്. എല്ലാം വേണം നമുക്ക്. നോക്കി എന്ത് ഭംഗിയല്ലേ മലക്ക്. ഇതാണ് സ്പിറ്റി റിവറാണ് കേട്ടോ. അത് നമ്മൾ കൂടെ ഇനി സ്പിറ്റി റിവറാണ് കൂടെ ഉണ്ടാവും. വെൽക്കം ടു സ്പിറ്റി വാലി. നമ്മൾ ലോസാർ വില്ലേജിലേക്ക് കിടക്കുകയാണ്. ഈ റൂമിൽ നിന്നുള്ള വ്യൂ ആണിത്. ഇത് മാത്രം പോരെ. ഇത് 1500 റുപ്യ ഈ റൂമിൻ്റെ വില ആകെ കൂടി. ഇത് ലോസറിലുള്ള ഹോം സ്റ്റേ ആണ്. ഇതിലെ നമ്പർ ഇവിടെ ഉണ്ട്. 2500. ഇതാണ് ഗോൾഡൻ മിൽക്ക്, അതായത് മഞ്ഞളിട്ട പാല്. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. ഇതിൻ്റെ പേരെന്തേനി? സീ ബക്തോൺ ടീ. അതായത് ഒരു പ്രത്യേക ഫ്ലവറിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ചായയാണ്. കുഴപ്പമില്ല. എന്താണ് ലേബറി എന്ന് പറഞ്ഞ ഫ്ലവറിൽ നിന്ന് ഉണ്ടാക്കുന്ന ചായയാണ്. രാവിലെ പുറപ്പെട്ടിട്ട് 4:30 ഹൻസ എന്ന് പറഞ്ഞൊരു വില്ലേജിലെത്തി. ഹൻസയിലെത്തുമ്പോഴാണ് റോഡ് കിട്ടുന്നത്. റോഡെന്ന് പറയാൻ പറ്റിയ റോഡെങ്കിലും. ഇവിടുത്തെ പശുക്കൾ ശ്രദ്ധിച്ചോ? വാൽമലൊക്കെ ഭയങ്കര രോമമാണ്. അതുപോലെ ഉയരമില്ലാത്ത പശുക്കളാണ്. വാലൊക്കെ ഭയങ്കര രോമം. ചൂരു എന്നാണ് അതിൻ്റെ പേര്. അത് യാക്കും അതുപോലെ പശുവും കൂടി മിക്സഡ് ബ്രീഡാണത്. കോൾഡ് ഡെസേർട്ടാണ്. അതാണ് ചിച്ചം ബ്രിഡ്ജിലേക്കൊക്കെ പോകുന്ന റൂട്ടാണിത്. കിബറൊക്കെ അവിടെയാണല്ലേ? കിബറിൽ പോകുന്ന റൂട്ട് അതന്നെ, മനസ്സിലായി. ആ റൂട്ടിലൂടെയാണ് നമ്മൾ ചിച്ചം ബ്രിഡ്ജൊക്കെ പാസ് ചെയ്ത് പോകുന്ന കിബറിലേക്ക് പോകുന്ന റൂട്ടാണത്. അപ്പം നമ്മൾ കാസയിലേക്ക് പോവാണ്. അത് കുറച്ച് കൂടുതൽ ഹൈറ്റുള്ള ഏരിയയാണ്. അതുകൊണ്ട് നമ്മൾ അത് നാളെയാണ് പോകുന്നത്. വേറെ ലെവലാണ്. പൊളിഞ്ഞ റോഡൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ അതിന് JCB നമുക്ക് വേണ്ടി മാറിത്തരികയാണ്. ഇതിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ മലകളിങ്ങനെ തുരന്നാണ് റോഡ് ഉണ്ടാക്കുന്നത്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ വീണാൽ ഭയങ്കരമായ കുയ്യാണ്. കണ്ടില്ലേ? 3 റോഡ് കാണിച്ചിട്ട്. ഒന്ന് ഇവിടെ, രണ്ടാമത്തേത് ആ കല്ലിൻ്റെ ഇടയിൽ കൂടെ റോഡുണ്ട്. പിന്നെ ഏറ്റവും മുകളിൽ 3ാമത്തെ ലെയറിൽ വേറെ റോഡുണ്ട്. അങ്ങനെ 3 ലെയറിലാണ് ഇവിടെ. ഇതൊരു റോഡ്. വണ്ടികൾ വരുന്നവരെ അവിടെ പണി. ആ റോഡ് കൂടെ നമ്മളെ റോഡിൽ ഇരുന്നാണ് അവർ പണിയുന്നത്. എല്ലാ വണ്ടികളും വരും. വണ്ടികൾ വളരെ കുറച്ച് വരുള്ളൂ. വണ്ടികൾ വരുന്നതനുസരിച്ച് നമുക്ക് മാറിത്തരും പോകാൻ വേണ്ടിയിട്ട്. കേട്ടോ, ഈ റോഡിൽ നിന്ന് മാറിത്തരും. അത് കഴിഞ്ഞാൽ നമ്മളെ വണ്ടി പോയതിന് ശേഷം അവർ വീണ്ടും ഇവിടെ ഒന്ന് പണിയും. വരുന്നുണ്ടോ? അങ്ങോട്ട് വരുന്നുണ്ടോ? ഹോം സ്റ്റേക്കൊക്കെ പേരാക്കി
തെണ്ടൽ ഹോം സ്റ്റേ. എന്തൊക്കെ പേരുകളാണോ സ്പിറ്റിയിലെ ഓരോരോ അവസ്ഥകൾ. എല്ലാ ആനിമൽസിനും ഇതേമാതിരി നല്ല ഫറായിരിക്കും. കണ്ടില്ലേ രോമം നോക്കി. ഇതാണ് സ്പിറ്റി റിവർ. കൺസ്ട്രക്ഷൻസ് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പ്രോപ്പർട്ടി റിസോർട്ടുകൾ കാസയിൽ പുതിയ സ്റ്റേ ഓപ്ഷൻസ് ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സ്പിറ്റിയിലെത്തി. സ്പിറ്റി വാലി എന്ന് മൊത്തത്തിൽ പറയുന്നതാണ്. ശരിക്കും ഈ ടൗണിൻ്റെ പേര് കാസയിലെത്തി കേട്ടോ. എന്തൊരു മൊണാസ്ട്രി പോലെ ഉണ്ടല്ലേ. അധികം തിരക്കൊന്നുമില്ല ഇവിടെ. ആകെ ഒരു പെട്രോൾ പമ്പ് ഉള്ളൂ കേട്ടോ, ഇന്ത്യൻ ഓയിലിൻ്റെ. ഒരു പെട്രോൾ പമ്പിൽ വരെ ഈ ആളുകളെ സ്റ്റിക്കേഴ്സാണ്. ഇവിടെ എത്തുക എന്ന് പറഞ്ഞാലേ അതൊരു വലിയ അച്ചീവ്മെൻ്റ് തന്നെയാണ്, മനസ്സിലായില്ലേ. ആകെയുള്ള പെട്രോൾ പമ്പ് 2-3 പെട്രോൾ പമ്പ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. വരട്ടെ. കാസ അങ്ങാടിയിൽ കൂടെ നടക്കുകയാണ് സുഹൃത്തുക്കളെ, നടക്കുകയാണ്. ഞങ്ങൾ ഷെഗോ ഹോം സ്റ്റേയിലെത്തി. ഇവിടെയാണ്, ഇതാണ് ഷെഗോ ഹോം സ്റ്റേ. ഇവിടെയാണ് ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. ശരിക്കും നമ്മുടെ കാസയിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട്? കാസയിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ. 6 കിലോമീറ്റർ ഉള്ളൂ. അത് ഷിംല റോഡിൽ. ഷിംല റോഡാണോ? ഷിംല റോഡിൽ ഒരു 6 കിലോമീറ്റർ പോയാൽ ഇവിടെ ഹോം സ്റ്റേ എത്തും. ഓക്കെ, നല്ല സ്റ്റേ ആണ്, കുഴപ്പമില്ല. ഇതാണല്ലേ ഇത്. ഇതിന് ചായ നമ്മൾ നേരത്തെ കുടിച്ചേ. എന്ത് പേരെന്തെന്ന് പറഞ്ഞാൽ? സീബക് തോണാണ് കേട്ടോ. സീബക് തോൺ. ഇത് ചായ ഉണ്ടാക്കും. കിങ് ഓഫ് വിറ്റമിൻ സി. വെരി ഗുഡ്. നമ്മൾ കുറേ വിറ്റമിൻ സി ആയിട്ട് പോകുമ്പോഴുന്നു. ഇതാണ് നമ്മളെ ഷിഗോ ഹോം സ്റ്റേ. മണാലിയിൽ നിന്ന് സ്പിറ്റിയിലേക്കുള്ള റോഡ് കുറച്ച് സ്ഥലത്തൊക്കെ മോശമുണ്ട്, പക്ഷേ BROൻ്റെ ആൾക്കാർ വളരെ പെട്ടെന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ആ റൂട്ട് ഭയങ്കര രസമാണ്. പക്ഷേ ചെറിയ വെഹിക്കിൾസിനൊന്നും അധികം സജസ്റ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് ഞങ്ങൾ പോകുന്നത് ജിംനിയിലാണ്. ഒരു ഓഫ് റോഡ് ഉള്ള വണ്ടികളാണെങ്കിൽ നല്ലത്. പക്ഷേ എല്ലാ വണ്ടിയും പോരും കേട്ടോ. എല്ലാ വണ്ടിയും പോരും. കാറ്, ബൈക്ക് ഒക്കെ പോരും. എല്ലാ വണ്ടിയും പോരും. ടെമ്പോ ട്രാവലർ വരെ പോരും. പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഒരു 4 വീൽ വണ്ടി, ഇത്തിരി ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉള്ള ഒരു വണ്ടിയായിരിക്കും. ആ റൂട്ട് ഒരു വേറെ ലെവൽ റൂട്ട് തന്നെയാണ്. ഇവിടെ എല്ലാവരും ഇങ്ങനെ നിലത്ത് ഇരുന്നിട്ട് പ്രത്യേക രീതിയിലുള്ള സെറ്റപ്പിലാണ് ഫുഡ് കഴിക്കുക. പൊടി എന്ന് പറഞ്ഞാൽ എമ്മാതിരി പൊടിയാണെന്നറിയോ. ഇതൊക്കെ എനിക്ക് വണ്ടീൻ്റെ കോലം. രാവിലെ എണീച്ചതാ പിറ്റേ ദിവസം. 2ാമത്തെ ദിവസം ഇവിടെ തുടങ്ങുകയാണ്. അത് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ഗുഡ് ബൈ.